ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ ഇരിക്കുന്നല്ലോ അല്ലേ? നമ്മളൊരു കടങ്കഥ കേട്ടിട്ടില്ലേ? മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാവും സൗരഭ്യം എന്നുള്ളത് അല്ലേ? അത് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ളത് എന്താണോ അത് നമ്മളിലേക്കും അഫക്റ്റ് ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ് ആ ഒരു കടങ്കഥയല്ല, എന്താ പറയാ, പഴഞ്ചൊല്ലിലൂടെ പറയുന്നത് അല്ലേ? അപ്പം നമ്മുടെ ചുറ്റുമുള്ള ഇത് എന്ത് ശക്തിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ചിലപ്പം നമ്മുടെ നന്മയുടെ ഒരു വെള്ളനിലമുള്ള സ്ഥലങ്ങളിലായിരിക്കാം നമ്മൾ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്നത്. അതുപോലെ തന്നെ തിന്മയുടെ സാന്നിധ്യമുണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ആരോടാണ് ഇടപെടുന്നത് അതനുസരിച്ചായിരിക്കും നമ്മളിലുള്ള ചേഞ്ചസ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ യൂട്യൂബ് വീഡിയോസ് കാണുക, ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുന്നതൊക്കെ ആരെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ചേഞ്ചസ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ചില സമയങ്ങളിലൊക്കെ ആ ഒരു ചേഞ്ചസ് എപ്പോഴും പോസിബിൾ ആവണമെന്നില്ല. ചിലപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ഒത്തിരി സന്തോഷത്തോടെ ഇരിക്കണം, എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന അങ്ങനെ ഒത്തിരി സമാധാനത്തോടെ ഇരിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ ചില സമയങ്ങളിൽ നമുക്ക് അങ്ങനെ ഇരിക്കാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട്, ഫ്രസ്ട്രേഷൻ വരാറുണ്ട് അല്ലെ? അപ്പൊ അതിന് പറ്റുന്ന ഒരു ദൈവവചനം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ശക്തി എന്ന് പറയുന്നത് നമ്മുടെ പുറമേയുള്ള എല്ലാ ശക്തികളെക്കാൾ വലുതാണെങ്കിൽ, അപ്പൊ അതായത് നമ്മുടെ ഉള്ളിൽ കൂടുതൽ സ്നേഹവും സന്തോഷവും സമാധാനവും മാത്രമാണെങ്കിൽ പുറത്തേക്കും ആ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ പകർന്നു കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. പക്ഷെ ചില സമയങ്ങളിലൊക്കെ ആ ഒരു ദുഷ്ടശക്തികൾ കാരണം നമുക്കതൊന്ന് തകർക്കാനാണ് അല്ലെങ്കിൽ അതിന് ആ ഒരു സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന വചനം നിങ്ങളൊന്ന് റിപ്പീറ്റ് ആയിട്ട് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചു നോക്കിയോ, നിങ്ങളുടെ ജീവിതം ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഈശോ പരസ്യജീവിത സമയത്തിന് തൊട്ട് മുമ്പുണ്ടല്ലോ, സാത്താനാല് ഒത്തിരി എന്ത് ചെയ്യപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു. അങ്ങനെ പരീക്ഷിക്കപ്പെട്ട സമയത്ത് ഈശോ ആ ഒരു സാത്താനെ കീഴടക്കിയത് ദൈവവചനം പറഞ്ഞുകൊണ്ടാണ്. സാത്താനോട് ദൂരെ പോവുക എന്ന് പറഞ്ഞുകൊണ്ടാണ്, ദൂരെ പോകുക എന്നുള്ള വചനം പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ദുഷ്ടശക്തിയിൽ നിന്നുള്ള ആ ഒരു വിടുതലിലേക്ക് ദൈവം ആജ്ഞാപിച്ച് മാറ്റിവിട്ടത്. അതുപോലെ നമ്മളിലും പരിശുദ്ധാത്മാവിന്റെ കൂടുതൽ ശക്തി നിറയാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്ങിൽ നമ്മളെ ബുദ്ധിമുട്ടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊള്ളുക. ഞാൻ പിന്നായിട്ടും അതുപോലെ ഫസ്റ്റ് കമന്റ് ആയിട്ടും കൊടുക്കാം. എനിക്കും എന്റെ കുടുംബത്തിനോ എനിക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും തന്റെ അങ്കുലിനീ ചലനം കൊണ്ട് തകർക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെങ്കിലാണ് എന്റെ പ്രതീക്ഷ. എന്റെ ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളെയും ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ജോലിയുടെ മേഖലകളിൽ ഒരു ബുദ്ധിമുട്ട് ഒക്കെ എന്റെയും എന്റെ ജോലി മേഖലകളെയും തകർക്കാൻ വരുന്ന എല്ലാ ദുഷ്ടശക്തികളെയും തകർക്കുന്ന സർവശക്തനായ ദൈവത്തെങ്കിലാണ് എന്റെ പ്രതീക്ഷ എന്ന് ഏറ്റുപറയാം. അങ്ങനെ നമുക്ക് ഏത് രീതിയിലാണ് നമുക്ക് മാറ്റം വരേണ്ടത് ആ ഒരു രീതിയെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ട്, ആ ഒരു സ്ഥലം ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ വചനം റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദുഷ്ടശക്തികളിൽ നിന്ന് നമുക്കൊരു ആശ്വാസം കിട്ടുന്നതും ഒരു സമാധാനം നമ്മളിലേക്ക് നിറയുന്നതുമായിട്ട് നമുക്ക് അനുഭവപ്പെടാനായിട്ട് സാധിക്കും. അപ്പം ഒത്തിരി സന്തോഷത്തോടെ എല്ലാവരും ഇരിക്കുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നപ്പോൾ ബൈ.